നമസ്കാരം, ഞാൻ അഭിലാഷ് ടി നായർ. ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടിട്ട് ഇതൊരു റിസോർട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു റിസോർട്ടാണോ? നമുക്ക് നോക്കാം. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എവിടെയാണ് ഉള്ളതെന്നുള്ളത്? ഇത് ഞങ്ങളുടെ നാട്ടിലെ, അതായത് കോട്ടയത്ത് പാമ്പാടിയിലെ പാറാമറ്റത്തുള്ള തണ്ണീർപ്പന്തൽ എന്ന് പറയുന്നൊരു ഒരു കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പ് എന്ന് മാത്രമല്ല, ഇതൊരു റെസ്റ്റോറൻറ്റ് കപ്പ് കള്ള് ഷാപ്പാണ്. സാധാരണ കള്ള് ഷാപ്പുകൾ പോലെ ആയിരുന്ന ഒരു കള്ള് ഷാപ്പ് ഇന്ന് വളരെ വിശാലമായിട്ട് അവരത് നവീകരിച്ച് വളരെ വിശാലമായ പാർക്കിങ്ങും അതുപോലെ റിക്രിയേഷന്, കുട്ടികളൊക്കെ വന്നാൽ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള റിക്രിയേഷനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പാറക്കുളമുണ്ട്, അതുപോലെ ഒരു ഒരു സൈറ്റ് സീയിങ്ങിനായിട്ട് ഒരു ട്രീ ഹൗസ് പോലെ ഒരു വലിയൊരു സെറ്റപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതും ഉണ്ട് ഇവിടെ കാണാനായിട്ട്. കോട്ടേജുകൾ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ കോട്ടേജുകളും AC ആണ്. അതിനകത്ത് ഒരു 6-7 പേർക്ക് ഓരോ കോട്ടേജിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് കള്ള് കുടിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അവിടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള വിജീഷ്, എൻ്റെ സുഹൃത്തു കൂടിയാണ്. വിജീഷും നമുക്കൊപ്പം ചേരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിജീഷിനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വായോ. ഇപ്പോൾ എൻ്റെ കൂടെ തണ്ണീർപ്പന്തലിൻ്റെ ലൈസൻസിയായ വിജീഷ്, എൻ്റെ സുഹൃത്തു കൂടിയാണ്. വിജീഷുണ്ട്. നമുക്ക് വിജീഷിനോട് തന്നെ ഓരോ കാര്യങ്ങളും ചോദിച്ച് തണ്ണീർപ്പന്തലിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം വിജീഷ്. നമസ്കാരം. ഞാൻ തണ്ണീർപ്പന്തൽ ഒരു 10 മീറ്റർ അപ്പുറം ഉണ്ടായിരുന്നപ്പോൾ സമയത്ത് മുതൽ അവിടെ വരികയും ഫുഡ് കഴിക്കുകയും അത്യാവശ്യം കള്ളൊക്കെ കഴിച്ച് പോകുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഈ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് തൊട്ടടുത്ത് തന്നെ പുതിയൊരു കുറച്ചുകൂടെ വിശാലമായ ഒരു പ്ലോട്ട് വാങ്ങി അവിടെ ഒരു പുതിയ ഒരു ബിൽഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ഈ വന്ന ഒരു അന്തരീക്ഷത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ നമ്മളെ പഴയ സ്ഥലത്ത് ഇരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്ന് പോലെ കസ്റ്റമർ പറയും ഞങ്ങൾക്കൊരു പാർക്കിംഗ് ഇല്ല, പിന്നെ ഒരു ഇട കുറവാണ്, ചെറിയ റൂമുകളൊക്കെയാണ്. അപ്പോൾ അത് ഫാമിലി ആയിട്ട് അവർക്ക് വന്ന് കഴിക്കാനുള്ള ഒരു അന്തരീക്ഷം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനൊരു 8 വർഷം മുന്നേ തന്നെ ഇതിനകത്തോട്ട് ഈ പാറമട എടുക്കുകയും അതിനകത്ത് ഘട്ടം ഘട്ടമായിട്ട് മണ്ണൊക്കെ അടിച്ച് പയ്യായിട്ട് അത് ഒരുക്കി ഇപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയിലേക്ക്, ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയത്. കാരണം അവർക്ക് സമാധാനത്തോടെ വന്ന്, ഷാപ്പെന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അലമ്പായിരിക്കും, ബഹളമായിരിക്കും, വൃത്തിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പം നല്ല വൃത്തിയായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുകയും ഒരു കുഞ്ഞുങ്ങളെയും ഒക്കെ ആയിട്ട് അവർക്ക് നല്ല ഫാമിലി ആയിട്ട് വന്ന് നമ്മുടെ ഷാപ്പിൻ്റെ തനതായ രുചി അനുഭവിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം അവർക്ക് മനസ്സിലാക്കാനും എല്ലാം ഉള്ള ഒരു അനുഭവം, നല്ലൊരു അനുഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം വിജീഷ് പറഞ്ഞതിൽ നിന്ന് തന്നെ പാർക്കിംഗ്, ഞാൻ അവിടെ വന്നപ്പോഴും എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തന്നെ തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഫുഡും ബാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കുന്നത്. പക്ഷെ അന്നേരം നമ്മൾ വണ്ടി എവിടെ ഇടും എന്നൊരു വലിയൊരു തലവേദനയായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നം നന്നായിട്ട് പരിഹരിച്ചിട്ടുണ്ടെന്ന് ഇങ്ങോട്ട് കയറുന്ന ആർക്കും മനസ്സിലാവും. ഇവിടെ ഇപ്പം നമുക്ക് എത്ര കാറുകൾ അല്ലെ എത്ര വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്? 15 വണ്ടിയോളം ഇപ്പോൾ ഈ ഏരിയക്കകത്തുനിന്ന് നമ്മൾ ഈ ഫ്രണ്ട് തൊട്ട് ഇങ്ങനെ നോക്കിയാൽ, പിന്നെ ആ ഇട സൈഡിൽ ആ ഒരു ഭാഗം കൂടെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ ഫാമിലിക്ക് സേഫ് ആയിട്ട് വന്നിട്ട് ഈ ബിൽഡിങ്ങിന്റെ പുറകിലോട്ട് വന്ന് പാർക്ക് ചെയ്ത് അവർക്ക് നേരെ റൂമിലേക്ക് തന്നെ കയറി ഫുഡ് കഴിച്ച് സേഫ് ആയിട്ട് പോകാനുള്ള പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പം ശ്രദ്ധയിൽപ്പെട്ട വേറൊരു സംഭവമാണ്. ഒരു ഷാപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീബുദ്ധൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്? എന്താ ബുദ്ധൻ എന്ന് പറയുന്ന പൊതുവെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇതിലാണ് ഞാൻ കാണുന്നത്. നമ്മൾ അവിടെ ഉണ്ടായിരുന്നപ്പോഴും അവിടെ ഒരു ചെറിയ ബുദ്ധനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും നമ്മള് വലിയ അലമ്പ വളരെ എന്താ പറയാ ഒരു കാമാൻ ഇതായിട്ട് വന്ന ആൾക്കാർക്ക് ഫുഡ് കഴിച്ച് പോകാനായിട്ട് ആ ഒരു ഇതിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഷാപ്പ് എന്നുള്ള പരമ്പരാഗത കാഴ്ചപ്പാട്, ആളുകൾക്കുള്ള കാഴ്ചപ്പാട് മാറ്റിമറിക്കുകയാണ്. മാറ്റിമറിച്ച് പുതിയൊരു ഷാപ്പ് സംസ്കാരം നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതെ, ശരി. അതുപോലെ തന്നെ വിജീഷിന്റെ ലൈസൻസിയുടെ ഒരു പടം അവിടെയുണ്ട്, പേരിനൊപ്പം ഒരു പടമുണ്ട്. അത് നല്ല ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് ആ ക്യാമറ അങ്ങോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അദ്ദേഹമാണ് ഇദ്ദേഹം.
അല്ലെങ്കിൽ ഇദ്ദേഹമാണ് അദ്ദേഹം? അതെന്താ അങ്ങനെ ഒരു സ്വന്തം പടം അവിടെ ഇങ്ങനെ കൊള്ളാം ബെസ്റ്റ് എന്നുള്ള ഒരു സിമ്പലോട് കൂടി വന്നതിന്റെ കാര്യം? അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഒക്കെ പാചകം ചെയ്യും, വൈഫും ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവാണ്. അപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഭംഗിയായിട്ട് അത് ചെയ്യുമ്പം മറ്റുള്ളവരുടെ ഒരു ഫോട്ടോയൊന്നും വെക്കാതെ നമ്മുടെ ആ ഒരു ലേബലിൽ തന്നെ ഈ പ്രസ്ഥാനം അറിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്റെ ഫോട്ടോ തന്നെ അതിനകത്ത് നമ്മൾ തന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസഡറാണ്. ഒരു സത്യവാങ്മൂലമാണ്, ആ ചിത്രം ഒരു സത്യവാങ്മൂലമാണ്. അതായത് ഇവിടുന്ന് കഴിക്കുന്ന ഫുഡ് ബെസ്റ്റ് ആയിരിക്കും എന്ന അതിന്റെ ലൈസൻസ് തന്നെ സത്യവാങ്മൂലം നൽകുകയാണ്. ഈ ബുദ്ധനും ഈ ചെടികളും ഇതൊക്കെ ആരുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു? അതൊരു പാത്രത്തിൽ വെള്ളത്തിലാണ് ഇരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എനിക്കത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് താമരയും കൂടെ വെച്ചിട്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഉരുളി പോലത്തെ ഒരു മോൾഡ് അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടിയപ്പോ അതിനകത്ത് കുറച്ച് താമരയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് അതിന്റെ ഒരു ഭംഗിക്ക് ചെയ്യുന്നതേ ഉണ്ട്. വരുമ്പോ നമ്മളൊരു ഷാപ്പിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമ്മളിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് റിലാക്സ് ചെയ്ത് പോവുക, വലിയ തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ നല്ല ഫുഡ് കഴിച്ച് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ ചൂടത്തെ ശകലനേരം എ സിയിലൊക്കെ ഇരുന്ന് അല്ലേ, അത്ര അങ്ങനെ പോവാന്നുള്ളതാണ്. അത് ശരി. വിജീഷിന്റെ ഭാര്യ അനു ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. അനു നേരത്തെ ഞാൻ അവിടെ വന്നപ്പോൾ പഴയ ഷാപ്പിലായിരുന്നപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ വന്നപ്പോൾ അനുവിനെ അവിടെ കിച്ചണിൽ കണ്ടിട്ടുണ്ട്. അനുവിന്റെ റോള് ആ കിച്ചണിലും ഇവിടെയൊക്കെ എന്താണ് അനുവിന്റെ റോള്? കുക്കൊക്കെ ചെയ്യുവോ? പിന്നെ നമ്മള് അത്യാവശ്യം കുക്ക് ചെയ്യും. നമ്മള് ഓൾ ഇൻ ഓൾ ആണ്, എല്ലാ കാര്യങ്ങളും നേരെ കൂടെ സപ്പോർട്ടായിട്ട്. അത് ശരി. കട്ടക്കുണ്ട്. അത് നമ്മള് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. അത് നമ്മള് മുളം കുറ്റിക്കകത്ത് ബീഫ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ശരിക്കും അത് ആദ്യം മുതൽ നമ്മൾ ചെയ്താണ്. ബീഫ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ എന്തെങ്കിലും ചേരുന്നുണ്ടോ? നോക്കിയിട്ടില്ല, ഒന്നുമില്ല. മെയിനായിട്ട് നമ്മൾ ബീഫാണ്. അല്ല, ബീഫ് മാത്രമേ ചേരുന്നുള്ളൂ അതോ ഇനി ഈ മറ്റേ മുളപ്പുട്ട് എന്നൊക്കെ പറയുന്ന സാധനം പുട്ടൊന്നും അല്ലല്ലോ? ആണ്, ഇറച്ചി മാത്രം. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് നമ്മള് മസാല, ചിക്കൻ മസാല, ബീഫ് മസാല അങ്ങനെയുള്ള മസാലകളൊന്നുമില്ല. നമ്മള് മേടിച്ച് പൊടിക്കുന്ന പൊടി, പിന്നെ കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് പരമാവധി ഒരു ദിവസം നാളെ കൂടുതൽ ചെയ്യാനും പറ്റില്ല. ഇവിടുത്തെ സ്പൈസസ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് സ്പൈസസ് ആണോ അതോ നമ്മൾ തന്നെ മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ച്? അങ്ങനെ വെളിച്ചെണ്ണ പോലും നമ്മൾ ആട്ടം നടത്തുന്ന ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ നമ്മൾ മേടിച്ച് കഴുകി ഉണക്കി വെയിലത്ത് ഉണക്കി പൊടിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. തണ്ണീർപ്പന്തിലെ സസ്പെൻസ് തീരുന്നില്ല. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എത്രയടി ഉയരത്തിലാണ് ജിഷ? ഇത് ഒരു 40-45 അടി പൊക്കം കാണും. 45 അടി പൊക്കം കാണും. ഈ 45 അടി പൊക്കം എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഒരു 47 സ്റ്റെപ്പ് ഉണ്ടാവും. 45 അടി ഉയരം, 47 സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇതിന്റെ മുകളിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ചെറിയ പേടിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. എന്നാൽ ഇത് നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ വന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ മുകളിൽ കയറാം. മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ചുറ്റുപാട് മുഴുവൻ കാണാം. അതുപോലെ തണ്ണീർപ്പന്തലിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടും. ഇവിടെ കയറി കഴിഞ്ഞാൽ തണ്ണീർപ്പന്തലിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടും. ഈ സമീപത്ത് അടുത്തടുത്ത പ്രദേശങ്ങളുടെയൊക്കെ ഒരു ഏരിയൽ വ്യൂ കിട്ടും. ഇവിടെ നിന്ന് ഈ താഴേക്ക് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു പാറക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മീൻ വളർത്തുന്നുണ്ടല്ലേ ജിഷേ? മീനുണ്ട്. ഇത് നല്ലൊരു കാഴ്ചയാണ്, മുകളിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു കാഴ്ചയാണെന്നാണ് കയറിയവരൊക്കെ പറഞ്ഞത്. നമ്മളിത് തണ്ണീർപ്പന്തലിന്റെ ഒരു വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിലാണ്. കാരണം വരുന്നവർക്കൊന്ന് ഒരു സാഹസികമായിട്ട്, ഇപ്പോഴത്തെ പുതിയ തലമുറയല്ലേ, നമുക്ക് വരുമ്പോഴത്തേക്കൊന്ന് മേളിൽ ഒന്ന് കയറാനും അതിന്റെ മേളിൽ ഒന്ന് വിശ്രമിക്കാനും ഒരു ചെറിയൊരു സാഹസികം പോലെ. ഒരുപാട് പേർക്കൊന്നും പറ്റത്തില്ല. വൺ ടൈമിൽ നമ്മളൊരു 7 പേരൊക്കെ അലൗഡ് ആക്കത്തുള്ളൂ. അപ്പോൾ ആ 7 പേര് മേളിൽ കയറി ഇരുന്ന് അവർക്ക് അന്നേരം അതിൻ്റെ മേളിൽ ചെല്ലുമ്പോൾ ഒരു ഹൈറ്റും ആ ഒരു ഇതുമൊക്കെ ഒന്ന് ഫീൽ ചെയ്യാനും, പിന്നെ അവർക്ക് നേരെ താഴെ വന്നാൽ ഇവിടെ നമുക്ക് വിശ്രമിക്കാനായിട്ടൊരു 2-3 പേർക്കൊക്കെ വിശ്രമിക്കാം. ഈ ചൂണ്ടക്കുളത്തിൻ്റെ സൈഡിലിരിക്കുക ഒരു ഓല മേഞ്ഞ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇതാണ്. പനയോലയാണ്. പനയോല മേഞ്ഞിട്ട് ഒരു ചെറിയ ഒരു 2-3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റുണ്ട്. പിന്നെ നമ്മുടെ ചൂണ്ടക്കുളം എന്ന് പറയും. ഇത് ചൂണ്ടക്കുളമാണ്. ഇതിനകത്ത് നമ്മൾ വലിയ മീനുകളാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം അമോണിയ ഇട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിലാണ്. എത്ര ദിവസം പഴക്കമുണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ വരുന്ന കസ്റ്റമറിന് അതിനകത്തുനിന്ന് നമുക്ക് ചൂണ്ടയിട്ട് പിടിച്ചിട്ട് അവർ എങ്ങനെ പറയുന്നോ അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിനും കൂടിയാണ് ഞാൻ ഈ ചൂണ്ടക്കുളം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചൂണ്ടക്കുളം എന്നുള്ള പേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ചൂണ്ട ഇരയൊക്കെ നമ്മൾ കൊടുക്കുമോ? ചൂണ്ട നമ്മള് ചൂണ്ടയും കൊടുക്കും, അതിനുള്ള തീറ്റി സംവിധാനങ്ങളൊക്കെ കൊടുക്കും. സന്ധ്യാസമയം അങ്ങ് ആയി. ഇവിടെ ഇപ്പൊ ഗസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവരുടെ വാഹനങ്ങൾ വരുന്നതിന്റെ പിന്നെ ഇത് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറിയാണെങ്കിലും
റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെയൊക്കെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. അതാണ് ചെറിയൊരു മൂളൽ കാണുന്നത്. പിന്നെ പിള്ളേർ അവിടെ തകർക്കുന്നുണ്ട്. അതുകൊണ്ടല്ലോ അവിടെ പിള്ളേരുടെ ഒരു തകർപ്പുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബഹളമായിട്ട് ഇതിനിടയ്ക്ക് കയറി വരുന്നത്. എന്തായാലും വളരെ ലൈവായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഇത് മാത്രമല്ല, ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് കാണാനുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിജീഷ് ഒരുക്കി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് നല്ല മികച്ച സംവിധാനങ്ങളാണ്. നമുക്കത് ഓരോന്നുമായിട്ട് പരിചയപ്പെടാം. അതിന് വിജീഷിനെയും കൂട്ടി നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. തണ്ണീർപ്പന്തലിലെ മുറികളുടെ പേര് വളരെ ആകർഷകമാണ്. തമ്പ്, തെക്കിനി, നിലവറ, സ്വർഗം. ഇതിലിപ്പോൾ സ്വർഗ കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് സ്വർഗത്തിലേക്ക് പോയിട്ട് വരാം. തണ്ണീർപ്പന്തലിലെ സ്വർഗത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ സ്വർഗത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് വിജീഷിനോട് തന്നെ ചോദിച്ചറിയാം. വിജീഷ്, ഇവിടെ എത്ര സീറ്റുകൾ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്? ഒരു റൂമില് നമുക്ക് 14 പേർക്ക് ഇരിക്കാം. അപ്പൊ അങ്ങനെ 14 പേർക്ക് ഇരിക്കാവുന്ന 3 റൂമുകളുണ്ട്. പിന്നെ നമുക്ക് ഒരു റൂം ഇച്ചിരി വലുതാണ്. അത് നമുക്കൊരു 17 പേർക്ക് ഇരിക്കാവുന്ന റൂം. പിന്നെ നമ്മളെല്ലാം അതുപോലെ ഓരോ കസ്റ്റമറും പോകുമ്പോൾ നമ്മള് അതുപോലെ ക്ലീൻ ചെയ്തൊക്കെയാണ് പോണത്. അടുത്ത കസ്റ്റമറെ കയറ്റുന്നതിന് മുമ്പ് ഫുള്ള് ക്ലീൻ ചെയ്യും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കള്ളിന്റെ ഒരു സ്പോട്ട്, ഒരു തുള്ളി കിടന്നാൽ പോലും അത് സ്മെല്ലാവും. അപ്പൊ തന്നെ നമ്മൾ അത്രയും നീറ്റായിട്ട് അതുപോലെ നോക്കിയാൽ മാത്രമേ ഈ റൂമൊക്കെ അതുപോലെ നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേറൊരു മണമാണ് അത്. പക്ഷെ അടുത്ത വരുന്ന ഒരു ഗസ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ കള്ള് കഴിക്കാൻ വരുന്നവരായിരിക്കില്ല. അവർക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ഒഴിവാക്കാനായിട്ട് ഏത് ഗസ്റ്റ് വന്നു പോയാലും നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യും. ഈവൻ ഗ്ലാസ് പോലും നമ്മൾ അത്രയും ക്ലീൻ ചെയ്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സുമേഷ് ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. സുമേഷ് നമുക്ക് പരിചയപ്പെടണം. സുമേഷ് പരിചയപ്പെടേണ്ട ഒരാളാണ്. ഏത് ഗസ്റ്റ് വന്നാലും വിജീഷിനെ രണ്ടാമതേ ചിലപ്പോൾ അന്വേഷിക്കുള്ളൂ. ആദ്യം അന്വേഷിക്കുന്നത് സുമേഷിനെയാണ്. ഇവിടെ 4 മുറികളും AC ആണ്. അത് നേരത്തെ തണ്ണീർപ്പന്തലിലായിരുന്നപ്പോഴും അവിടെയും പൂർണ്ണമായിട്ടും AC ആയിരുന്നു. നല്ലൊരു AC റെസ്റ്റോറൻറ്റിന്റെ എല്ലാ ഫീലും ഇവിടെ ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ഷൈഡി ആണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞായിരുന്നു, സുമേഷ്. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്, തണ്ണീർപ്പന്തലിന്റെ ഓൾ ഇൻ ഓൾ ആണ്. നേരത്തെ വിജീഷ് അടുത്ത് നിന്നപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. വിജീഷിനെ വിളിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റും സുമേഷിനെ പരിചയപ്പെടുകയും ചെയ്യും. സുമേഷിൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് അവരെല്ലാം പോകുന്നത്. പിന്നീട് ഒരിക്കൽ അവർ ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ എപ്പം വന്നാലും സുമേഷിനെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരുവാണേ എന്ന് പറഞ്ഞിട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സുമേഷ് അതനുസരിച്ച് തന്നെ ഇവിടുത്തെ റൂമിലെ AC ഒക്കെ അന്നേരം തന്നെ ഓണാക്കി നല്ല ചിൽഡാക്കി ഇട്ടിരിക്കും. നമ്മൾ വന്നു കഴിഞ്ഞ് സുമേഷിനെ ഒന്ന് ഹായ് പറഞ്ഞാൽ ബാക്കി സുമേഷ് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം. ആ സുമേഷാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇവിടുത്തെ വിജീഷിൻ്റെ കൂടെ, വിജീഷിൻ്റെ അഭാവത്തിൽ പോലും തണ്ണീർപ്പന്തലിൻ്റെ ഓരോ കാര്യങ്ങളും, വിജീഷിൻ്റെ ഒരു വലങ്കൈ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുന്ന ഒരാളാണ് സുമേഷ്. കണ്ണൂരുകാരനാണ്. അപ്പം നമുക്ക് സുമേഷിനെ പരിചയപ്പെടാം. നമസ്കാരം സുമേഷ്. സുമേഷ് എത്ര നാളെ ഇവിടെ എത്തിയിട്ട്? 7 വർഷമായിട്ട് വിജീഷ് കൂടെ ജോലി ആണ്. 7 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അത് ശരി. കുടുംബം പോലെ നല്ലൊരു ആണ്. സൂപ്പറായിട്ട് ജോലി ചെയ്യും. പുതിയ തണ്ണീർപ്പന്തൽ ഇത് വൈകിട്ടേക്കുള്ള ബീഫ് കറിക്കുള്ളതാണ്. വൈകിട്ട് കുറച്ച് ഗസ്റ്റ് വരാനുണ്ട്. അപ്പം ബീഫ് കറിയും ബീഫ് ഫ്രൈ എല്ലാം ഞങ്ങൾക്ക് ഉണ്ടാക്കാനുണ്ട്. അതിനുള്ള അതെ ഇവിടെ അടുത്ത് തന്നെയാണ്. പാറാമടുത്ത് തന്നെ. ആണ്. ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. നേരത്തെ പഴയ ഷാപ്പായിരുന്നപ്പോഴും പോകാറുണ്ടായിരുന്നോ? ആണ്. നല്ല നിലവാരം പുലർത്തുന്ന ഈ ഗ്രാമപ്രദേശത്ത് നല്ല നിലവാരം പുലർത്തുന്ന ഒരു ഷാപ്പുമാണ്. ഇപ്പം ഞാൻ നാടൻ താറാവ് മഫാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് നല്ല ഇതെങ്ങനെ തേങ്ങാപ്പാലാണോ അതോ തേങ്ങാപ്പാൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള സംഗതികളെല്ലാം ചേർത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ പിരിഞ്ഞ് അപ്പോൾ നമുക്ക് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ തീരുന്ന അനുസരിച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്നാ മീനാണ്? ഇത് വറ്റയാണ് വറ്റ നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ നല്ല മുളകിനകത്ത് നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല പച്ച. ഇത് നമുക്ക് രാവിലെ തന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി വൈകിട്ടത്തേനുള്ള എനിക്ക് അടുത്തത് വേറെ ഉണ്ടാക്കണം. ഇപ്പോൾ ഏറ്റവും നല്ല സൗകര്യം വണ്ടി പാലിക്കാനുള്ള സൗകര്യം, AC ഉണ്ട്. ഇവിടെ മാന്യമായിട്ടുള്ള ഇവിടുത്തെ സ്റ്റാഫുകൾ നമ്മളോട് ഇടപെടുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല. നല്ല കള്ളാണ് തരുന്നത്. ഒന്നാമത് ഫുഡ്. തണ്ണീർപ്പന്തലിലേക്ക് നമ്മൾ എത്തിയത് തണ്ണീർപ്പന്തൽ പുതിയ ഒരു ലൊക്കേഷനിലേക്ക് മാറി ഒരുപാട് സൗകര്യങ്ങൾ ജനങ്ങൾക്കായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മളിവിടെ വന്നതെങ്കിലും ആഫ്റ്റർ ഓൾ ഇതൊരു സംരംഭമാണ്, ഒരു വിജയിച്ച് നിൽക്കുന്ന ഒരു സംരംഭമാണ്. അപ്പം ഒരു സംരംഭകൻ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ വിജീഷിനെ ബന്ധപ്പെട്ടത്. അപ്പം ആ നിലയ്ക്ക് വിജീഷിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇനി തണ്ണീർപ്പന്തലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള എക്സ്പാൻഷൻ ആലോചനകൾ എന്തൊക്കെയാണ്? നമുക്കിനി അതിനകത്തൊരു പുറത്തൊരു 2-3 ഹട്ടൂടെ ചെയ്യണമെന്നുണ്ട്. ഇപ്പം തന്നെ ആൾക്കാർ വന്നിട്ട് നമുക്ക് അതിനകത്ത് മാനേജ് ചെയ്യാൻ കൂടുതലായി അല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ, ഒരാഴ്ച പോലും ആയില്ല. ഒരു 2-3 റൂമും കൂടെ നമുക്ക് ഉടനെ ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള തിരക്കിലും തത്രപ്പാടിലുമാണ്. അത് ഈ മോഡലിൽ റൂമായിട്ട് ചെയ്യാനാണോ അതോ വേറെ ഹട്ടായിട്ട് ചെയ്യാനോ? ഓപ്പൺ ഹട്ടായിട്ട് ചെയ്യാനായിട്ട്. ഈ ബിൽഡിങ്ങിന്റെ മേളിലും അതിനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനൊരു സ്റ്റെയർ ഒക്കെ ചെയ്ത് മേളിൽ കൊണ്ടുവന്ന് കുട വെച്ച് അങ്ങനെ ഇരിക്കാം. ഒരു പാർട്ടിയൊക്കെ ഒന്ന് നടത്താൻ പറ്റുന്ന സത്യത്തിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഒരു പാർട്ടിക്ക് ഉണ്ട്. അതുപോലെ തന്നെ വളരെ വീഡിയോഗ്രഫി ഒക്കെ നടത്താൻ നല്ലൊരു വിഷ്വലി റിച്ച് ആണ്. പ്രശാന്ത് ചേട്ടൻ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടെ തണ്ണീർപ്പന്തലിൽ? ചേട്ടൻ നേരത്തെ മുതലേ വന്നുകൊണ്ടിരുന്ന ഒരാളാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? അന്നത്തെ ആ തണ്ണീർപ്പന്തൽ അപേക്ഷിച്ച് പുതിയ തണ്ണീർപ്പന്തലിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ തോന്നിയത്? അത് അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പം ശരിക്കും ഇപ്പം ഒരുപാട് പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് കളിക്കാനുള്ള റിക്രിയേഷനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പോണ്ട് ഇവിടെ കണ്ടു. അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അതെല്ലാം കണ്ടത്. പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഫുഡ് പണ്ടത്തെ പോലെ വളരെ നന്നായിട്ടിരിക്കും. ലൊക്കേഷൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഫുഡിന് അവരുടെ ആ ഒരു യൂണിക്നെസ് അവര് നിലനിർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ ഒരാളൊരു പുതിയ പാചകത്തിന് ഒരാളെ നമ്മൾ കൊണ്ടുവന്നാലും നമ്മുടെ ടേസ്റ്റിലേക്ക് അവരെ ആക്കി അങ്ങനെയാണ് അവരെ കൊണ്ട് കുക്ക് ചെയ്യുന്നത്. അല്ലാതെ അവരെവിടുന്നേലും പഠിച്ചിട്ട് വന്നത് ഇവിടെ കാരണം ഇപ്പൊ ഈ 5-6 വർഷമായിട്ട് ഞങ്ങൾ ഈ ഫുഡിന്റെ ഈ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ പാറമട നമ്മൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് നമ്മുടെ പാർക്കിംഗ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് വിജീഷ് ഇത് ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. ഇപ്പം ഒരു പാറമട എടുത്തു, അവിടെ കുറച്ച് മണ്ണൊക്കെ ചെയ്ത് ലെവൽ ചെയ്തു, പാർക്കിംഗ് സൗകര്യം ഒരുക്കി, നല്ല റൂമുകൾ ഒരുക്കി, കിച്ചണും കാര്യങ്ങളെല്ലാം ഒരുക്കി വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്തു പോകുന്ന. എങ്ങനെയുണ്ടായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണം? എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഈ പാറമട മേടിച്ചപ്പോൾ തന്നെ എന്നെ അറിയാവുന്നവരെല്ലാം വന്ന് പറഞ്ഞു എന്ത് കാര്യത്തിനാണ് ഇവിടെ, എന്ത് ചെയ്താനാണ്, ഒരുപാട് പൈസയാവും, നീ വേറെ മണ്ടത്തിലല്ലേ കാണിച്ചത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അന്നേരം വിജീഷ് പാറ പൊട്ടിക്കാനാണ് എന്നാണോ അവർ കരുതിയത്? അതൊക്കെ കരുതിയത്. പക്ഷെ നമ്മളിത് ഘട്ടം ഘട്ടമായിട്ട് ഇത് മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് നമ്മുടെ ഒരു രീതിയിലേക്ക് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു വിജീഷേ ഇത് നന്നായിട്ടുണ്ട്. പാറാമറ്റം എന്നൊരു തീർത്തും ഒരു നാട്ടിൻ പ്രദേശമാണ്. പാറാമറ്റം ഈ പേര് പോലെ തന്നെ ഈ ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ചെറുതും വലുതുമായ പാറമടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു. ഇന്ന് പാറാമറ്റത്തിൻ്റെ മേൽവിലാസം അല്ലെങ്കിൽ പാറാമറ്റത്തിൻ്റെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് തണ്ണീർപ്പന്തലാണ്. ഈ ഒരു സംരംഭത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന, നേരിട്ടും അല്ലാതെയും ആശ്രയിച്ച് ജീവിക്കുന്ന 20ഓളം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം അത് ചെത്തുകാരുണ്ട്, ഇവിടുത്തെ കുക്ക് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, മാനേജറുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളിൽ 20ഓളം കുടുംബങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനത്തെ, ഈ ഒരു ചെറിയ പ്രസ്ഥാനത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത്. ഒരു നാട്ടിലൊരു സംരംഭം ഉണ്ടായാൽ ആ സംരംഭം ആ സംരംഭകൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ആ സംരംഭകനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നിലധികം ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്തുകയാണ്. അതുതന്നെയാണ് ഫിനാൻഷ്യൽ ഗൈഡ് തണ്ണീർപ്പന്തലിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യവും. എന്നും സംരംഭങ്ങളെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്.